സ്തോത്രം. വളരെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു വർത്തമാനമാണ് ആ ദേശമൊട്ടാകെ യേശുവിനെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. ഒന്നിതാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ആമേൻ, സ്തോത്രം. പ്രൈസ്. ഒരു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് ആമേൻ അവിടെ മരിക്കാറായി അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിലാപ ഭവനത്തിലേക്ക് ആമേൻ കടന്നു ചെന്നിട്ട്, സ്തോത്രം, യേശു പറയുന്നൊരു വാക്കിതാണ്. ആമേൻ, ബാലൻ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല, സ്തോത്രം, ഉറങ്ങയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ആമേൻ ബാലയുടെ കൈ പിടിച്ച് ബാലെ എഴുന്നേറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പം മരിച്ചു കിടന്ന കുട്ടി ഉയർത്തെഴുന്നേറ്റു. അപ്പം മരണത്തെ ജയിച്ച ആ വിലാപ ഭവനത്തെ ഒരു സന്തോഷ ഭവനമാക്കിയ ഒരു ദൂതാണ് ഇവിടെ ദേശം മുഴുവനും പരന്നത്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, തകർച്ച കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ ദേശത്ത് ദൈവം നിങ്ങളെ മാനിക്കും. സ്തോത്രം. ഇല്ല, തീർന്നിട്ടില്ല, ഇനിയും ഒത്തിരി യാത്രകൾ ചെയ്യാനുണ്ട്. ഇല്ല ശത്രുവേ, നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയെ നോക്കി ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുകയാണ്, ആമേൻ, നിന്റെ കൈക്ക് പിടിച്ചെണീപ്പിക്കുന്ന ഒരു ദൈവം നിന്റെ അടുത്ത് വന്നിരിക്കുക. സ്തോത്രം. കണ്ടോ, കൈക്ക് പിടിച്ച് ആ ബാലെ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ എണീപ്പിക്കാൻ പോകുകയാണ്. നീ എണീറ്റോളണം. ആ കയ്യെ കയറി പിടിച്ചോ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ കരത്തിൽ നിന്റെ കരവും കൂടെ ഒന്ന് ചേരുമ്പോൾ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ഒരു അത്ഭുത വിടുതൽ ചില ശരീരങ്ങളിലേക്ക് ദൈവം അയക്കാൻ പോകുകയാണ്. മരണവാശങ്ങൾ ഇന്ന് പകൽ നിന്റെ ദേശം വിട്ട് മാറുകയാണ്. ആമേൻ. ചില പോരുകൾ നിന്റെ ദേശം വിട്ട് മാറുകയാണ്. ഈ വ്യാഴാഴ്ച പകൽ ഒരു അത്ഭുതത്തിൻ്റെ പകലാക്കി ദൈവം തീർക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ തടസ്സങ്ങളെ ദൈവം മാറ്റാൻ പോകുകയാണ്. മരണഭയത്തെ, മരണത്തിൻ്റെ ശക്തികളെ ദേശത്തുനിന്ന് ദൈവം തുടച്ചു മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരിച്ചു കിടക്കുന്ന ബാലനെ പുറത്താക്കി. ആമേൻ. അതൊരു വലിയൊരു പ്രമാണിയാണ്. ആമേൻ. ആ പ്രമാണിയുടെ വീട്ടിൽ കടന്നാണ് അവിടെ ആമേൻ, സ്തോത്രം, ഒരു അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പലരും പല നിലയിൽ യേശുവിനെ അവിടെ നിന്ന് ആമേൻ പിന്മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ എല്ലാം കർത്താവ്, പിതാവല്ലേ അയച്ചത്. ആ പിതാവ് അയച്ച ഇഷ്ടം ചെയ്യണ്ടേ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ലേ അവിടെ പുത്രൻ നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പുത്രൻ അവിടെ നിൽക്കുമ്പോൾ ആമേൻ നിരാശപ്പെട്ട് മടങ്ങാൻ കഴിയോ? അതിന് ദൈവം അനുവദിക്കോ? അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, നിന്നെ കൈ തന്ന് എണീപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ കൂടെ ചെയ്ത ചില അത്ഭുതങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനകത്ത് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, 9-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ഒരു അത്ഭുതം അവിടെ ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ തന്നെ 40-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസിൽ കൂടെ ദൈവം ഒരു അത്ഭുതം
അപ്പോസ്തല പ്രവൃത്തിയിൽ ചെയ്യുകയാണ്. പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു, എഴുന്നേറ്റിരുന്നു. സ്തോത്രം. അവൻ കൈ കൊടുത്തു, അവളെ എഴുന്നേൽപ്പിച്ചു. കണ്ടോ, അവിടെ യേശു കൈ കൊടുത്ത് ആ ബാലയെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ പത്രോസ് കൈ കൊടുത്ത് തബീത എന്ന സഹോദരിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കണ്ടോ, കർത്താവ് പറഞ്ഞ സത്യം, എത്ര സത്യം അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഗ്ലോറി ഉടമലരഗത ശംഭവരാജകൽക്കനാദി. എന്നിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തെ, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ വലിയ അത്ഭുതങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ആമേൻ, ആമേൻ. 10 പേര് നിനക്കെതിരെ അനാവശ്യങ്ങൾ പറയുമ്പോൾ, അപവാദങ്ങൾ പറയുമ്പോൾ, കൂനിപ്പിടിച്ച് വീട്ടിനകത്ത് എനിക്കിനി പ്രാർത്ഥനയും വേണ്ട, ബൈബിൾ വായനയും വേണ്ട, എനിക്കിനി പാട്ടും വേണ്ട, ആരാധനയും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അവർ പറയുമ്പോൾ വചനം പറയുന്നു, അവർ നിനക്കായി എല്ലാം കളവായി പറയുമ്പോൾ നീ ആരാ? ഭാഗ്യവാനത്രേ. സ്തോത്രം. നീ ഭാഗ്യവാനാ. മത്തായി സുവിശേഷം 5-ാം അധ്യായം നീ വായിച്ചു നോക്ക്. ദൈവഭക്തയെ, ആമേൻ. അവർ നിനക്കെതിരായി കളവായി പറയുമ്പോൾ നീ ആരാ? നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. ദൈവം നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഓക്കെ, പത്രോസ് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനാ. അവിടെ നിന്ന തബീത മരിച്ചു എന്ന് തൻ്റെ അടുത്ത് ദൂതന്മാർ വന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ഈ മരണത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരിച്ചു കിടന്നാൽ ഒരാളുടെ സഹായമില്ലാതെ അതിനകത്ത് കയറി നിൽക്കുമോ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു നേഴ്സിനോ ഡോക്ടർക്കൊക്കെ ആണെങ്കിൽ ആ ബോഡിയുടെ അടുത്ത് നിൽക്കുന്നതിൽ പേടിയില്ല. പക്ഷേ അല്ലാതെ സാധാരണ ഒരു മനുഷ്യനൊക്കെ വളരെ പേടിയായിരിക്കും ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് നിൽക്കാൻ. പക്ഷേ ഇവിടെ നോക്കൂ, പത്രോസ് നോക്കൂ, എല്ലാവരെയും അടിച്ച് പുറത്താക്കി, എല്ലാവരെയും വെളിയിറങ്ങി പോകാൻ പറഞ്ഞു. മുഴങ്കാൽ മടക്കി മുട്ടുകുത്തി. ഇന്ന് പകൽക്കാലം മുട്ടുകുത്താൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കരയാൻ മനസ്സുണ്ടോ? ഉടയാൻ മനസ്സുണ്ടോ? മുട്ടിയായി നിൽക്കുന്ന വിഷയത്തിന് മറുപടി ഇന്ന് പകലുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ ലജ്ജിപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇടയാക്കത്തില്ല. ദൈവ പൈതലേ, ദൈവം നിന്നെ ലജ്ജിപ്പിക്കാൻ ഇടയാക്കത്തില്ല. സ്തോത്രം. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലുകൾ നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദേവാലയത്തെ പൂഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. ഇന്നോ വിടുതൽ കിട്ടിയാൽ ഉടൻ അടുത്ത രാജ്യത്തേക്ക് മടങ്ങും. സ്തോത്രം. വിടുതലിന് വേണ്ടി ഇരിക്കുക. വിടുതൽ കിട്ടിയാൽ ഉടൻ രാജ്യം വിടും. പിന്നെ പള്ളിയും വേണ്ട, ആരാധനയും വേണ്ട, മറ്റൊന്നും വേണ്ട. ഇവൻ കടന്നത് ആലയത്തിനകത്തേക്കാണ്. ദൈവകുഞ്ഞെ, ദൈവം നിനക്ക് തരുന്ന ഒരു എൻ്റർടൈം, ഒരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് നിന്റെ കൈക്ക് പിടിച്ചെണീപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ചോ. നീ കാണാത്ത പട്ടണങ്ങളും രാജ്യങ്ങളും കാണിക്കും ദൈവം. ആമേൻ. ചെല്ലാത്ത ദേശങ്ങളും രാജ്യങ്ങളും, ആമേൻ, രാജ്യങ്ങളുടെ അകത്ത് ഇതുവരെ കഴിക്കാത്ത ഭക്ഷണങ്ങളും ദൈവം നിന്നെ കഴിപ്പിക്കും. കാരണം നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നവൻ അവൻ ബലവാനാണ്. അവനെ ദൈവം, ആമേൻ, സ്തോത്രം, നിനക്കായി ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തണമേ അപ്പ. വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം കർത്താവേ. തകർച്ചകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, മുറവിളികൾ എല്ലാം മാറട്ടെ, മരണപരമായ എല്ലാം മാറട്ടപ്പ. വലിയ വിശ്വാസങ്ങൾ ഒരുക്കണമേ. വലിയ കാര്യങ്ങൾ ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.